ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഈ ജയ് വെല്ലുവിളിയും ഒക്കെ അവസാനിച്ചെങ്കിൽ ഈ കേക്ക് ഒന്ന് എടുക്കൂ. ഈ പറഞ്ഞൊക്കെ അതിലും കാണുമല്ലോ. പിന്നെ നല്ലതാണെങ്കിൽ ഞാനൊരു 3-4 കേക്കിന്റെ ഓർഡർ തരാം. കേക്ക് എടുക്കച്ചാ, അമ്മ എന്ന് കാണട്ടെ. ഓർഡർ ഞാൻ സ്വീകരിച്ചിരിക്കുക, പക്ഷെ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിക്കാനൊന്നുമല്ല. മൈദ ആദ്യമുണ്ടല്ലോ മക്കളെ, ഈ മൈദ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ബൗളിലേക്ക് ഇടുക. കുറച്ച് 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 ഇതൊക്കെ അച്ഛ എപ്പോഴേ തുടങ്ങിയതാ മക്കളെ. ഇനിയിപ്പെന്താ, ഇനി നമ്മൾ മുട്ടെടുക്കാൻ പോടും. വിഷ്ണുച്ച ഫോണിൽ നോക്കണോ? എന്തിന്? യൂട്യൂബിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എനിക്ക് അറിയണല്ലേ മക്കളെ. യൂട്യൂബ് ഒന്ന് നോക്കിക്കൂടാ, എല്ലാ കളമാരാ. ഇനി നമ്മൾ മുട്ട പൊട്ടിക്കുന്നു. ഇതിപ്പോ എങ്ങനെ പൊട്ടിക്ക? കേട്ടാ, ഇങ്ങനെയാണ് മുട്ട പൊട്ടിക്കുക കേട്ടാ. മക്കളെ, എന്റെ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കണേ. നിങ്ങളുടെ സ്കൂളിലെ ഈ കേക്ക് ആയിരിക്കും ബെസ്റ്റ് കേക്ക്. എനിക്കറിയട്ടെ മക്കളെ, കോൺസെൻട്രേഷൻ കളയാൻ പറയട്ടാ. അച്ഛൻ ചെയ്തോളൂ അമ്മേ. വിഷ്ണുച്ച ഫോണിൽ നോക്കണോ? ഒരൊറ്റ മിണ്ടിപ്പോരിത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അല്ലേ അമ്മ എന്ത് എഴുതി? അച്ഛനതൊന്നും അറിയില്ലെന്നോ? ചേച്ചമ്മ നോയിക്കോ, ഈ കേക്ക് പൊളിയായിരിക്കും. പൊളിയായിരിക്കോ പൊളിഞ്ഞു പോവോന്നൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോ നോക്കാം. മക്കളെ, അപ്പൊ സാധനങ്ങൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഓക്കേ അച്ഛാ. വിഷ്ണുച്ച ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഓക്കേ. അല്ല, ഇനിയിപ്പോ പാല് ഫ്രിഡ്ജിലുണ്ടാവും അച്ഛാ. അതറിയാം, ഇനിയിപ്പോ ചൂടാക്കാൻ പറ്റുമോ അറിയില്ലല്ലോ. ഇതന്നെയല്ലേ പാല്? അതെ. അല്ല, അറിയാം, എനിക്കൊരു കൺഫ്യൂഷൻ പോലെ. ഈ പാലൊക്കെ ജഗ്ഗിലെടുത്ത് വെക്കാൻ നിങ്ങളുടെ അമ്മ. ഇനി എന്തായിരുന്നു? മറ്റേ ബേക്കിംഗ് സോഡ. അച്ഛനെന്താ കണ്ണ് കണ്ടൂടെ? എവിടെ? ഈ ബേക്കിംഗ് സോഡയൊക്കെ പാക്കറ്റിലാ വരണേ. ഹായ് ചേച്ചി. എന്താ ഇവിടെ അച്ഛനും മക്കളും കൂടി കേക്ക് ഉണ്ടാക്കുക ചേച്ചി? എന്നിട്ട് അമ്മ എവിടെ? അമ്മ അപ്പുറത്തുണ്ട്. ഇതിനൊന്നും അവളുടെ ആവശ്യമില്ല, ഞാൻ മാത്രം മതിയല്ലോ. ഇനി ഇത് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും നല്ല സൂപ്പർ കേക്കാവും. അടിപൊളിയായിരിക്കും അല്ലേ? ശരിയാ വിഷ്ണുച്ച. ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാവേ.
ഞാനും പോയിട്ട് വിളിച്ചോണ്ട് വരാം. വിഷ്ണുവേട്ടന് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം അല്ലേ? എവിടുന്ന്? അല്ലല്ല, അറിയാം. കേക്കൊക്കെ നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മാവൻ പണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ആളായിരുന്നു. ദേ അമ്മേ, വരുന്നുണ്ടെങ്കിൽ വന്ന് കാണേ, അച്ഛനുണ്ടാക്കി കേക്ക്. ഇത്ര വേഗം കേക്ക് ഉണ്ടാക്കിയോ? പിന്നെ വിഷ്ണുച്ചൻ ആരാന്നാ ചേച്ചമ്മ വിചാരിച്ചേ? ആള് പുലിയല്ലേ? പുലി മാത്രല്ല, അച്ഛനാള് പൊളിയാ. വാ അമ്മേ, നമുക്ക് കേക്ക് കാണാം. ആ, ഇനിയിപ്പോ അത് കണ്ടില്ലെന്ന് വേണ്ട. വന്നേ ഇങ്ങോട്ട്. വാ ചേച്ചിയമ്മേ. കുറച്ചുകൂടി അച്ഛനോണ്ട് കൊടുത്തോളൂ കേട്ടോ. അല്ല, വെറുതെ ഇരിക്കുമ്പോ കഴിക്കാലോ പുള്ളിക്ക്. അച്ഛാ, കേക്ക് എടുക്ക്. അതെ, കണ്ട് സായുജടങ്ങാൻ കാത്തിരിക്കുന്നവരോടൊക്കെ വന്ന് കാണാൻ പറ. ഈ പാചക ആണുങ്ങൾക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞ ചില കൊച്ചമ്മമാര് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ. വന്ന് കാണ്. നല്ല ഒന്നാം തരം കേക്കാണ് റെഡി ആയിട്ട് ഓവന്റെ അകത്ത് പുറത്തു വരാൻ വെമ്പി നിൽക്കുന്നത്. വിഷ്ണുവേട്ടാ, ഇത്രക്കൊക്കെ ബിൽഡപ്പ് വേണോ? പാചകമാണ്, വെറുതെ വാചകം അടിച്ച് അതിനെ ഇല്ലാതാക്കണോ? എന്റെ ചേച്ചി, ഞാനൊരു വാശിപ്പുറത്തുണ്ടാക്കിയതാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര അഹങ്കരിക്കണേ. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഒരു ധാരണയുണ്ട്. അടുക്കളപ്പണി അവർക്കേ വഴങ്ങൂന്നുള്ളതേ. അതിന്റെ പേരിൽ പുരുഷവർഗത്തെ അവർ ആക്ഷേപിക്കാറുണ്ട്. എന്നാലേ അടുക്കളപ്പണി ഞങ്ങൾക്കും വഴങ്ങുന്നതേ ഇപ്പൊ ഞാനിവിടെ തെളിയിക്കാൻ പോവാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഹങ്കാരത്തോടെ പറയണതേ. അതെ, ഈ ജയ്വിളിയും വെല്ലുവിളിയും ഒക്കെ അവസാനിച്ചെങ്കിൽ ഈ കേക്ക് ഒന്ന് എടുക്കൂ. ഈ പറഞ്ഞൊക്കെ അതിലും കാണണമല്ലോ. ആ, പിന്നെ നല്ലതാണെങ്കിൽ ഞാനൊരു 3-4 കേക്കിന്റെ ഓർഡർ തരാം. കേക്ക് എടുക്കച്ചാ, അമ്മ ഒന്ന് കാണട്ടെ. ഓർഡർ ഞാൻ സ്വീകരിച്ചിരിക്കുക, പക്ഷെ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിക്കാനൊന്നുമല്ല. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാ ഇതൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ കുറച്ച് മെനക്കെടണം. ഞാൻ മെനക്കെട്ടു, അതിനുള്ള ഫലം നമുക്ക് കിട്ടി. കേക്ക് ഇതുവരെ കാണിച്ചില്ല. കാണിക്കത് കാണിക്കേ. മക്കളെ, നാളെ ഈ കേക്ക് നിങ്ങളുടെ സ്കൂളിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കും. അല്ല, ഇനിയിപ്പോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി തരാൻ പറയൂ. അങ്ങനെ പറഞ്ഞ അച്ഛന് തീരെ സമയമില്ല എന്ന് പറഞ്ഞേക്കണേ. തുറക്കട്ടെ ജയശ്രീ? മക്കളെ, തുറക്കാൻ പോവാണ്. എടുക്കട്ടാ? എടുക്കച്ചാ വേഗം.